ഡാർക്ക് വെബ്സൈറ്റ് ഒന്നും കൂടി റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് കാണാൻ പറ്റും. അത് ഡാർക്ക് വെബിൽ ഞാൻ ഇപ്പോൾ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹലോ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമാണ് എങ്ങനെ നിങ്ങളുടെ സ്വന്തം പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഡാർക്ക് വെബിൽ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിന് വേണ്ടി നിങ്ങൾക്ക് റിക്വയർമെൻറ്റ്സ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു ലിനക്സ് മെഷീനാണ്. അത് ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ പഴയ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം റാസ്ബെറി പൈ ഉണ്ടല്ലോ, അതിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും സെയിം സ്റ്റെപ്സ് ആണ്. സോ നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ ലിനക്സ് മെഷീൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ വെബാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് വെബ് സെർവറിൻ്റെ ആവശ്യമുണ്ട്. മാത്രമല്ല ഡാർക്ക് വെബ് ഏറ്റവും കൂടുതൽ ഹോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എൻജിനെക്സ് ആണ്. അപ്പോൾ നമുക്ക് എൻജിനെക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. സുഡോ apt install nginx -1. ഓക്കെ, ഓക്കെ, നമ്മൾ സുഡോ apt അപ്ഡേറ്റ് കൊടുത്ത ശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഫെയിൽ ആവും. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോറാണ്. സുഡോ apt ഇൻസ്റ്റാൾ ടോർ -y. ഓക്കെ, ഞാൻ അവിടെ ടോർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ടോർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, എൻജിനെക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് വിചാരിച്ച് അത് എനേബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം രണ്ടും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആദ്യമേ നമുക്ക് എൻജിനെക്സ് എനേബിൾ ചെയ്യാം. സുഡോ സർവീസ് എൻജിനെക്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പോൾ എൻജിനെക്സ് സ്റ്റാർട്ടായി. അതേപോലെ തന്നെ ടോറും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടോർ കൊടുക്കുന്നു, ടോറും രണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ടോറിൻ്റെ അകത്ത് ഒരു കൺഫിഗറേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആവാൻ വേണ്ടി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോ /etc/tor/tor-rc ഈ ഒരു കൺഫിഗറേഷൻ ഫയൽ ഉണ്ട്, അത് നമ്മൾ എഡിറ്റ് ചെയ്യാം. സൂഡോ പെർമിഷൻ വേണം. ഓക്കെ, ഇവിടെ പോയതിന് ശേഷം താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോഴത്തേക്ക് ഓക്കെ, ഇവിടെ വരണം. ഇവിടെ ഓൾറെഡി കമൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ രണ്ട് ഓപ്ഷൻസ്, അതായത് ഹിഡൻ സർവീസ് ഡയറക്ടറി ആൻഡ് ഹിഡൻ സർവീസ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ആദ്യമേ ഹിഡൻ സർവീസ് ഡയറക്ടറി ബാക്ക് സ്പേസ് എടുക്കുക, അപ്പം എനേബിൾ ആവും. അതുപോലെ തന്നെ ഹിഡൻ സർവീസ് പോർട്ട്, അതായത് 18 പോർട്ടാണ് നമ്മുടെ ഇപ്പോൾ എൻജിനിക്സ് സെർവർ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താണ് ഡാർക്ക് വെബിലേക്ക് റൗട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ് രണ്ടും കമൻ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്യുക. Ctrl+X. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു കൺഫിഗറേഷൻ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, കൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോർ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം സുഡോ സർവീസ് ടോർ റീസ്റ്റാർട്ട് കൊടുക്കും. ടോർ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൺഫിഗറേഷൻ സെറ്റ് ആവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്താണ് ഹിഡൻ സർവീസ് ഡയറക്ടറി ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡയറക്ടറിയിലേക്ക് നമ്മൾ പോർട്ട് നമ്മൾ എനേബിൾ ചെയ്ത് ഡയറക്ടറി എനേബിൾ ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഡയറക്ടറിയിലേക്ക് പോകണം. ഓക്കെ, ഒരു മിനിറ്റ്, അതിനൊപ്പം നമുക്ക് ഔട്ട് ആവണം. cd/var/live/tor. ഓക്കെ, ഈ ഒരു പാത്ത് വരിക. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹിഡൻ സർവീസ് ഡയറക്ടറി നമ്മൾ നേരത്തെ എനേബിൾ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കയറണം. ഓക്കെ, cd ഹിഡൻ സർവീസ് ഡയറക്ടറി ഒന്നും അതിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് ഹോസ്റ്റ് നെയിം എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ടോർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒരെണ്ണം എന്താണ് ഒരു ടോർ ലിങ്ക് അഥവാ ഓണിയൻ ലിങ്ക് നമ്മളൊരു വെബ്സൈറ്റിന് വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയലിനകത്ത് ഉണ്ടാകും. ജസ്റ്റ് അത് ക്യാറ്റ് ചെയ്ത് നോക്കാം. ഹോസ്റ്റ് നെയിം. ഓക്കെ, ജസ്റ്റ് ഞാൻ അത് ക്യാറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഓണിയൻ ലിങ്ക് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി വെബ് സെർവർ റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ ടോർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഓൺലൈൻ ലിങ്ക് എന്താണ് കാണിക്കുന്നതെന്ന്. ഓക്കെ, ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എൻജിനെക്സ് എനേബിൾ ചെയ്തായിരുന്നു. മാത്രമല്ല എൻജിനെക്സ് ഇപ്പോൾ 80 പോർട്ട് റൺ ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ഡാർക്ക് വെബിലോട്ട് ടോർ വഴി എന്താണ് റീഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് കാണാൻ പറ്റും എൻജിനെക്സിൻ്റെ വെൽക്കം പേജ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമുക്ക് എൻജിനെക്സ് ലീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അറ്റാക്കുകൾ നിങ്ങളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും ഉള്ള കുഴപ്പമില്ല. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു ഡാർക്ക് വെബിൽ ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ കുറച്ച് രീതിയിൽ എന്താ സെക്യൂരിറ്റി ഹാർഡനിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എൻജിനെക്സിൻ്റെ ഇപ്പോൾ ഒരു പാത്ത് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തൊരു പാത്ത് ഞാൻ ടൈപ്പ് ചെയ്യണം. അപ്പം ENB എന്ന് പറഞ്ഞ ഫയൽ ഇവിടെ ഇല്ല, ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് 404 നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കും ഒബിയസ്ലി. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നം കാണാൻ പറ്റും. അതായത് ഇവിടെ കണ്ടില്ലേ, ഞാൻ ഏത് വെബ് സെർവറാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ, ബട്ട് അതിൻ്റെ വെർഷൻ നമ്പറും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സെർവർ ഏതാണെന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഉബുണ്ടു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ വൾനറബിലിറ്റി ആവാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. ഇത് വെച്ചിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പം ഈ ഒരു വെർഷനും ഈ ഒരു വെബ് സെർവറും പുറത്ത് വരാൻ പാടില്ല. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്ത സെർവർ ഹാർഡനിങ് എന്ന സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എൻജിനെക്സ് എന്ന് പറഞ്ഞ വെബ് സെർവറിൻ്റെ കൺഫിഗറേഷൻ എഡിറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ തിരിച്ച് നമ്മുടെ ടെർമിനലിലേക്ക് വരുന്നു. ഓക്കെ, CD ഞാൻ ഹോം ഡയറക്ടറിയിലേക്ക് വരുന്നു. ജസ്റ്റ് ഇനി നമുക്ക് പോവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനെക്സിൻ്റെ കൺഫിഗറേഷൻ എഡിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് cd/etc/nginx. ഓക്കെ, ഈ ഒരു പാതിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് nginx.config എന്ന് പറഞ്ഞ CONF എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. ഇത് ഓക്കെ, അതൊന്ന് ജസ്റ്റ് നാനോ ഇത് ഓപ്പൺ ചെയ്യും. നാനോ nginx.config. ഓക്കെ, ഇവിടെ വന്ന ശേഷം താഴേക്ക് പോകാം. നേരത്തെ നമ്മൾ കമൻറ്റ് ഔട്ട് ചെയ്തതുപോലെ ഇവിടെയും 2-3 ഓപ്ഷൻസ് കമൻറ്റ് ഔട്ട് ചെയ്യാം. ഒന്നാമത്തത് സെർവർ ടോക്കൺസ് ഓഫ് എന്നാണ്. ഇതിപ്പോൾ ഓൾറെഡി ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ എനേബിൾ ചെയ്യണം അതിന് ഹാഷ്ടാഗ് റിമൂവ് ചെയ്യണം. ഓക്കെ, സെർവർ ടോക്കൺസ് എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ സെർവർ വെർഷൻ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു വെർഷൻ ഇപ്പോൾ എനേബിൾഡ് ആണ്, അത് നമ്മൾ ഡിസേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താണ് ഹാഷ്ടാഗ് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് സെർവർ നെയിം ഇൻ റീഡയറക്റ്റ്. ഓക്കെ, ഇവിടെ താഴോട്ട് പോകുമ്പോൾ കാണിക്കും സെർവർ നെയിം ഇൻ റീഡയറക്റ്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഏത് സെർവറാണ് യൂസ് ചെയ്യുന്നുള്ളത്, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉബുണ്ടു എന്നുള്ളത് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയി കിടക്കുകയാണ്. അതും നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഓക്കെ, അതും ഡിസേബിൾ ചെയ്തു. ഇനി നമുക്ക് ചില കൺഫിഗറേഷൻ, ചില ഡിസ്ട്രോസിൽ നമ്മൾ ഈ എൻജിനെക്സിൻ്റെ കൺഫിഗറേഷൻ എടുക്കുമ്പോൾ ഓൾറെഡി ആ മൂന്നാമത്തെ ഓപ്ഷൻ കാണും, ഉബുണ്ടുവിൽ കാണാറില്ല. അപ്പോൾ നമ്മൾ എന്താണ് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഉബുണ്ടു ആയതുകൊണ്ട് തന്നെ മാനുവലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടോട്ട് വരുന്നു. എന്നിട്ട് പോർട്ട് ഇൻ റീഡയറക്റ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതായത് ചില സമയത്ത് ഇതേപോലെ റീഡയറക്റ്റുകൾ വരുമ്പം അത് എറർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഏത് പോർട്ടിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പോസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടി ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമ്മൾ സർവീസ് ഒന്നും കൂടി എൻജിനെക്സ് റീസ്റ്റാർട്ട്. ഇപ്പം എൻജിനെക്സ് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ സെയിം എറർ ജനറേറ്റ് ചെയ്തപ്പം ഇവിടെ നേരത്തെ ഉബുണ്ടു, അതായത് നമ്മുടെ വെബ് സെർവറിൻ്റെ OS-ഉം അതുപോലെ തന്നെ അതിൻ്റെ വെർഷനും എൻജിനെക്സിൻ്റെ വെർഷനും കാണിച്ചു. അതിപ്പോൾ നാളെ നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെർവർ ഹാർഡനിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് എന്താണ് ഇവിടെ നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നമുക്കിവിടെ ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു HTML മാത്രമേ ഹോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് ഈസിയാണ്. നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ cd/war/www/html. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും ഇൻഡെക്സ് എൻജിനെക്സ് ഡിഫൈൻ. അതൊന്ന് ക്യാറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഇൻഡെക്സ് ഓക്കെ, അത് ക്യാറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവിടെ നമ്മൾ കണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സെയിം കണ്ടന്റാണ്. ഓക്കെ, അപ്പം നമുക്കിത് റിമൂവ് ചെയ്യാം. ജസ്റ്റ് RM അടിച്ച് ഇൻഡെക്സ് റിമൂവ് ചെയ്യാം. ഇനി നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് ഇപ്പോൾ കണ്ടില്ലേ, 403 അവിടെ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് ചെയ്യണം, നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, ഞാൻ ഇപ്പോൾ ഇൻഡെക്സ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഞാനൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. index.html. ഓക്കെ, അപ്പം ഓൾറെഡി ഞാനൊരു HTML ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എൻ്റെ പോർട്ട്ഫോളിയോയുടെ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഞാനിവിടെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കോപ്പി ചെയ്യുന്നു ഞാൻ. നിങ്ങൾക്ക് ഇത് ഞാനിപ്പം ജെമിനിയിൽ കൊടുത്തുണ്ടാക്കി, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു AI മോഡലോട് ചോദിച്ച് ഉണ്ടാക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, കൺട്രോൾ കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു, Ctrl+X കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡാർക്ക് വെബ്സൈറ്റ് ഒന്നും കൂടി റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഇപ്പോൾ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് കാണാൻ പറ്റും. അത് ഡാർക്ക് വെബിൽ ഞാൻ ഇപ്പോൾ ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സ്വന്തമായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ജസ്റ്റ് ഡാർക്ക് വെബിൽ ഹോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിനെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇവിടെ എൻ്റെ പോർട്ട്ഫോളിയോ കാണാൻ പറ്റും. ഓക്കെ,
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.